സാധാരണഗതിയിൽ പറയാറില്ലേ, സമാധാന കാലത്താണ് യുദ്ധത്തിന് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത് എന്ന് പറയുന്നത് പോലെ എന്തുകൊണ്ടാണ് നമ്മളുടെ സർക്കാരുകൾക്ക് അറിയാത്തതാണോ മൺസൂൺ വരാൻ പോകുന്നു? ഇപ്പോ കടൽ ആക്രമണം ഉണ്ടാകുന്നത്, ഈ കടലാക്രമണവും ഈ പറയുന്ന വെള്ളപ്പൊക്കവും ഒന്നും സഡനായിട്ടുണ്ടാകുന്ന ഒരു ആക്സിഡന്റൽ ഫിനോമിനൻ അല്ലല്ലോ. ഇപ്പൊ നമുക്കൊരു ഉരുൾപൊട്ടൽ ഉണ്ടായി, അല്ലെങ്കിൽ ഒരു മേഘവിസ്ഫോടനം ഉണ്ടായി, ഇപ്പൊ എല്ലിനോ പോലെയുള്ള പ്രതിഭാസം ഉണ്ടായി, വളരെ പെട്ടെന്ന് മഴ കനക്കുന്നു, അതൊക്കെ നമുക്കൊരു ആക്സിഡന്റൽ ആണ് എന്ന് പറയാം. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റെക്കറിംഗ് സ്വഭാവമുള്ള നാച്ചുറൽ കലാമിറ്റിയാണ്. കേരളത്തെ പോലെ വർഷത്തിൽ 6 മാസം മഴ കിട്ടുന്ന ഒരു സംസ്ഥാനം എന്ത് മുൻകരുതലാണ് മഴക്കെടുതിയിൽ നിന്ന് നേരിടാൻ വേണ്ടി സ്വീകരിച്ചിട്ടുള്ളത് എന്ന് അറിഞ്ഞാൽ സാമാന്യ ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഇപ്പൊ നാം സംസാരിക്കുന്ന ഓഗസ്റ്റ് 3-ാം തീയതി ആണല്ലോ. ഈ കഴിഞ്ഞ ജൂലൈ 30-ാം തീയതി വരെ കേരളത്തിന്റെ പല്ലവി എന്തായിരുന്നു? കേരളത്തിന് കുടിക്കാൻ വെള്ളമില്ല, അല്ലെ? നമുക്ക് കരണ്ട് കെട്ടായിരുന്നു. 30-ാം തീയതി വരെ കരണ്ട് കെട്ടിനെ പറ്റി വിലപിച്ചവർ, മെഴുകുതിരി സമരം നടത്തിയവർ, കേരളത്തിലെ ഡാമുകളിൽ വെള്ളമില്ല എന്ന് വിലപിച്ച നമ്മളുടെ വൈദ്യുതി മന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കമുള്ളവർ, ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങുന്നതിനെ പറ്റി വിലപിച്ച ഇന്ന് നമ്മൾ വെള്ളപ്പൊക്കത്തെ പറ്റി സംസാരിക്കുകയാണ് വെറും 3 ദിവസം കൊണ്ട്. നോക്കൂ, നമ്മൾ മലയാളികൾ വലിയ പ്രബുദ്ധരും ബുദ്ധിമാന്മാരും വലിയ ചാണക്യന്മാരുമാണല്ലോ. 3 ദിവസം കൊണ്ടല്ലേ കേരളത്തിന്റെ ചർച്ചയുടെ മുഴുവൻ ഡയമെൻഷനും മാറിയത്. 3 ദിവസം മുമ്പ് വരൾച്ചയെ പറ്റി വിലപിക്കുന്നു, 3 ദിവസത്തിനുള്ളിൽ പ്രളയത്തെ പറ്റി വിലപിക്കുന്നു. നോക്കൂ, ഇങ്ങനെ ഒരു ഗതികേട് മലയാളിക്കല്ലാതെ ലോകത്തിൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?